അനീഷ് എന്നുള്ളൊരു കോമണർ ആണെന്നുള്ളത് അയാൾക്കറിയാം. അപ്പം ഈ സെലിബ്രിറ്റീസിന്റെ കൂടെ അയാൾക്ക് പിടിച്ചു നിൽക്കണം. ഈ സെലിബ്രിറ്റീസിന്റെ മുന്നിൽ അയാൾ ആരാണ് പിടിച്ചു നിൽക്കാൻ. യെസ്, യു സെഡ് ഇറ്റ്. അതാണ് ഞാൻ പറയണത്. അനീഷ് എന്ന് പറയുന്നത് ഗെയിം കളിക്കുമല്ല, ജസ്റ്റ് അറ്റൻഷൻ സീക്ക് ചെയ്യാണ്. രേണു ഒരു ഇമോഷണൽ ട്രോമ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി അതിൽ തന്നെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. അക്ബർ രേണുവിന് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശം തന്നെയാണ്. അനീഷിനെ അനു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും എന്താ ഇതൊരു ഗെയിം അല്ലേ? അല്ല, അപ്പൊ അതിന് വേണ്ടിട്ട് ഒരാളെ പർപ്പസ്ഫുള്ളി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇറ്റ്സ് എ ഗെയിം. കിടക്കുമ്പോഴും സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ണാടി നോക്കി ഇങ്ങനെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഇങ്ങനെ ഉഴറി നിൽക്കാൻ കാര്യമില്ല. മാത്രമല്ല മറ്റ് ടാസ്കുകളൊന്നും രേണു ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതൊന്നും ഞാൻ കാണുന്നില്ല. രന വന്ന് അനാവശ്യമായിട്ട് ചൊറിയുന്നത് നമുക്കത് എവിഡൻ്റ് ആണ്. ആ കൊച്ചത് ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടി മാത്രമാണെന്നുള്ളത്. കാരണം അതിനുശേഷം കിടന്ന് കരയുന്നു, ഒരു കാര്യമില്ലാതെ കരയുന്നു. അത് ഈ അനുമോൾക്ക് ഈ പ്രശ്നമുണ്ട്. എന്തെങ്കിലും തൊട്ടതിനും പിടിച്ചതിനൊക്കെ കിടന്ന് കരയും. ഈ ഒരു നിലപാടില്ലാത്തവരാണ് ഈ അനാവശ്യമായിട്ട് കിടന്ന് കരയുന്നത്. ഈ ഷാനവാസ് അവിടെ ഗിസൈലിനെ കൊണ്ടുവന്നു അല്ലെ, അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിച്ചു. അതൊക്കെ അവിടെ ഷാനവാസ് പറയേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ജിസേൽ ഒരു മോഡലാണ്. അവരുടെ മേക്കപ്പ്, അവരുടെ കോസ്റ്റ്യൂം, അവരുടെ അറ്റയർ, അതാണ് ജിസേലിന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. അതിൽ കയറി കുത്താന്നുള്ളതാണ് ഈ ഷാനവാസ് ചെയ്തത്. ഷാനവാസും ഈ ശരത് അപ്പാനിയും പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം അതിൽ കയറി ഒരു കുത്തു കൊടുത്ത് അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക. എന്തുകൊണ്ടാണ് ശാരിക ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട്? കാണാത്തൊരു മുഖമല്ലേ ശാരിക? അത് അനുപ്രിയ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ? ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് നെഗറ്റീവ് എന്നൊരു വിഷയമല്ല. ആ ഒരു കൃത്യമായ ഒരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതിൽ ശാരിക പരാജയപ്പെടുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഗ് ബോസ് കഫേ. രമ്യ, ഇപ്പോൾ 100 ദിവസം നീണ്ടു നിൽക്കുന്ന ബിഗ് ബോസ് അത് ഷോ തുടങ്ങിയിരിക്കുകയാണ്. അതെ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഓരോ ദിവസവും ബിഗ് ബോസിൽ നടക്കുന്ന ഓരോ ഗെയിമുകള്, ഡ്രാമകള്, ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തരുടെ സൈക്കോളജി മനസ്സിലാവേണം. മാത്രമല്ല ഓരോ ആൾക്കാരുടെയും റിയൽ ആയിട്ടുള്ള അവരുടെ ക്യാരക്ടർ എന്താണെന്ന് പതിയെ പതിയെ റിവീൽ ആയിക്കൊണ്ട് വരികയാണ് അല്ലേ? അതെ. പക്ഷെ ഞാൻ അതിന് മുമ്പ് തന്നെ നമ്മൾ വേറൊരു കാര്യം പറയണം. ബിഗ് ബോസ് കഫേ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്നത് RD കഫേയിലാണ്. അപ്പൊ അവിടെ നിന്ന് കോഫിയും കുടിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇന്ന് നമ്മുടെ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രം. പക്ഷെ പൊതുവെ നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും ഈ ഒരു ഷോയിൽ, ഐ മീൻ ഇങ്ങനെ ഒരു ഇതിലുണ്ടാവുക. നമ്മളൊരു ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ള നിലയിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും. പക്ഷെ പോകെ പോകെ ഇതിന്റെ ഒരു അനലൈസിങ് ഉണ്ടായിരിക്കും. അപ്പം കൂടുതൽ പുതിയ പുതിയ ആൾക്കാർ ഈ ഷോയിലേക്ക് കടന്നു വരും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു അനലൈസിംഗ് ആണ്. ബിഗ് ബോസിലെ ഓരോ ആൾക്കാരുടെയും ഓരോ കോണ്ടസ്റ്റൻസും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോ നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ കണ്ട എപ്പിസോഡിൽ ഏറ്റവും മികച്ച ഗെയിം, അതായത് ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരൊക്കെയാണ്, പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നാലും ഇപ്പൊ അനുപ്രിയ പറഞ്ഞ അനുസരിച്ച് പോകെ പോകെയുള്ള ഈ ഒരു ഷോയില് ബിഗ് ബോസിനെ കുറിച്ച് അരച്ച് കലക്കി പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവരൊപ്പം തീർച്ചയായിട്ടും വരുമായിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അവര് ഓരോ എപ്പിസോഡിലും നമ്മൾ പുതിയ പുതിയ ആൾക്കാര് ഈ ഷോയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ ബിഗ് ബോസ് കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഷോ കാണുന്നവർക്കും അതേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം ഈ ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ കീനായിട്ട് ഇരുന്ന് കാണുന്നുണ്ട് ബിഗ് ബോസ്. അത് കണ്ടിട്ട് ഇപ്പൊ അനുപ്രിയക്ക് എന്താ തോന്നുന്നത്? ആരാണ് ഏറ്റവും നന്നായിട്ട് ഗെയിം ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഇപ്പം കോമണറായി വന്ന അനീഷ്, അതുപോലെ തന്നെ അക്ബർ, അതുപോലെ തന്നെ ജിസൈൽ, ഇവര് 3 പേരുമാണ് ഇതുവരെ കണ്ട എപ്പിസോഡിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്റെ അഭിപ്രായം അവിടെ മാറിയ അനുപ്രിയ. അതിനകത്ത് ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്ബറിന്റെ ഗെയിം എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. മറ്റേ 2 പേരെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിന്നി, അതേപോലെ തന്നെ ആര്യൻ. ഇവര് 3 പേരുമാണ് എത്ര ഭംഗിയായിട്ടാണ് അവർ ഓരോ ദിവസവും. എനിക്ക് ചിലപ്പോൾ സർപ്രൈസ് ആവുന്നത് ആര്യൻ ഓരോ ദിവസവും എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെ കൊണ്ടുപോകണം, അത് വരെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബിന്നിയെ സീരിയലിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും ബിന്നിക്ക് ഇത്രയും നല്ലൊരു രീതിയിലേക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നെ ശരിക്കും ഷോക്ക് ചെയ്യിപ്പിച്ചു ബിന്നി കളിക്കുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എത്ര വെൽ പ്ലാൻഡ് ആയിട്ട് ബിന്നി ആ ഷോ കൊണ്ടുപോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബിന്നി ഇതേപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ
100% ജയിക്കുമല്ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ 100% ബിഗ് ബോസിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്താ അനുപ്രിയക്ക് തോന്നുന്നത്? ബിന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് ബിന്നി ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സെക്കൻഡ് റൗണ്ടിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ഷാനവാസ് ആണ്. ശരിയാണ്, ബിന്നി ഒരു ലൈക്കബിൾ ക്യാരക്ടറാണ്. ഈ ഷോയിൽ ഒരു വൺ ഓഫ് ദ ലൈക്കബിൾ ക്യാരക്ടറാണ് ബിന്നി. പക്ഷെ നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ ആ ഒന്ന് ഇടിച്ചു നിൽക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ബിന്നിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അനീഷ ഒരു കോമണർ ആയിട്ട് വന്നിരിക്കുകയാണ്. അനീഷിന് കൃത്യമായിട്ട് ഗെയിം എന്താണെന്ന് അറിയാം, സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം. കാരണം 5 വർഷമായിട്ട് അനീഷ് ഈ ബിഗ് ബോസ് ഷോ കീനായിട്ട് ഒബ്സർവ് ചെയ്യാണ്. 5 വർഷമായിട്ട് ഈ ഷോയിൽ കയറാൻ വേണ്ടി അയാൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല അനീഷിന് ആ ഷോയിലുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ല. എങ്ങനെ 100% നിൽക്കും? അവിടെയാണ് ഗെയിം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മൾ പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു മനുഷ്യന്റെ പ്രിമിറ്റീവ് ഇമോഷൻസിനെയാണ് ഇത്തരത്തിലുള്ള ഈ ബിഗ് ബോസ് ഷോ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ ചൊറിയുന്നവൻ അവൻ ഈ ഗെയിമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് പൊതുവെ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ പ്രീവിയസ് ബിഗ് ബോസ് ഷോ ഒക്കെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നവനായിരിക്കും ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിനകത്ത് രതീഷ് ഉണ്ടായിരുന്നു. രതീഷ് ഇങ്ങനെ വെറുപ്പിച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രതീഷ് എന്താ പറ്റി, പുറത്തേക്ക് പോവുക ചെയ്തത്. അതേപോലെ തന്നെ എത്ര ദിവസം ആൾക്കാർക്ക് ഇദ്ദേഹത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, അനീഷാണ് ക്യാപ്റ്റൻ. ഒരു കോമണറായിട്ട് വന്ന അനീഷാണ് ആദ്യം ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അത് നമ്മളിപ്പോ ഈ വെറുപ്പിക്കൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് കൃത്യസമയത്ത് ആ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാനും പറ്റണം. അതാണ് ഒരു മികച്ച ഗെയിം പ്ലെയറുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അയാൾ ഒരു കോമണറായിട്ട് വന്നു, ആദ്യം തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തു. മാത്രമല്ല മറ്റെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, ഇയാൾ മാത്രമാണ് ഒരു കോമണർ. അതായത് റിയാസ് സലീമായിട്ടാണോ കമ്പയർ ചെയ്യണത്? റിയാസ് സലീമായിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു കമ്പാരിസണിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഗെയിം പ്ലാനിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ആർട്ടിസ്റ്റ് അല്ലാന്നിട്ട് കൂടി ഒരു കോമണറായിട്ട് വന്ന് ഇത്രയും ആൾക്കാരെ പെട്ടെന്ന് ശ്രദ്ധ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അനീഷിനുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അയാൾ അത്രത്തോളം ബിഗ് ബോസ് അയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ജിസേൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഒരു ബിഗ് ബോസ്, സൽമാൻ ഖാന്റെ ഒരു ബിഗ് ബോസ് ഷോയിൽ ജിസേൽ കോണ്ടസ്റ്റന്റ് ആയിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരാളാണ്. മാത്രമല്ല പല റിയാലിറ്റി ഷോയിലും ജിസേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജിസേലിന് ഈ ഗെയിം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല മാറി നിന്ന് ജിസേൽ എല്ലാവരെയും കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ജിസേലിന് അതുകൊണ്ട് തന്നെ ജിസേലും നല്ലൊരു ഗെയിം പ്ലാൻ, നല്ലൊരു പ്ലെയർ ആണ്. ഓക്കെ, അതൊക്കെ പറയുന്നതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, കൂടെയുള്ള ആൾക്കാരുടെ ഇഷ്ടങ്ങളല്ലല്ലോ, അനിഷ്ടമാണ് ഇവർ വാങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പൊ ബാക്കിയുള്ളവർ എങ്ങനെ ഇവർ എത്ര ദിവസം സഹിക്കും? അതും ഒരു ക്വസ്റ്റ്യൻ അല്ലേ അവിടെ? അല്ല, അതാണ് നമ്മൾ ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നന്മ ചെയ്യുന്നവർ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു വാങ്ങുന്നവർ അവരല്ല ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത്. നല്ലതുപോലെ ഗെയിം കളിക്കാൻ അറിയാവുന്നവരാണ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത്. മൈൻഡ് ഗെയിം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചിടത്തോളം അവർ വിന്നർ ആവുന്നത്. അല്ലാതെ നന്മ ചെയ്യുക, ഇഷ്ടമുണ്ടാക്കുക, ഇഷ്ടം സമ്പാദിക്കുക, അത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഒരുപാട് നാള് ഓഡിയൻസിന്റെ വോട്ട് അവർക്ക് കിട്ടത്തില്ല. ഓഡിയൻസിന് വേണ്ടത് എന്താണ്? ഓഡിയൻസിന് വേണ്ടത് അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്, അവർക്കൊരു കിക്കാണ് വേണ്ടത്. അത്തരം കിക്ക് തരുന്ന ആൾക്കാർ എവിടെയാണോ ഉള്ളത്, അത്തരത്തിലുള്ള ഒരു കിക്ക് തരുന്ന കോണ്ടന്റ് ഏത് കോണ്ടസ്റ്റിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, അത്തരം ആൾക്കാരാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പൊ അനുപ്രിയ പറയുന്നിടത്തോളം ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിച്ച് കഴിയുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതുവരേക്കും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 6 സീസൺസ് കഴിഞ്ഞല്ലോ, ആരെങ്കിലും ഇതേപോലെ മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെ നെഗറ്റീവ് സാധനം ചെയ്തുകൊണ്ട് ആരും ഇതുവരേക്കും വിൻ ചെയ്തിട്ടില്ല. അല്ല, വിൻ ചെയ്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ വിന്നർ ആരാണ്? കഴിഞ്ഞ വർഷം ജിൻഡോ ആരും വെറുപ്പിച്ചിട്ടില്ല. ജിൻഡോയുടെ അതിന് മുന്നേ ഉള്ള കോണ്ടസ്റ്റന്റ് അത്യാവശ്യം എല്ലാരും വെറുപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിലും നോമിനേഷനിൽ അഖിൽമാരാർ ഉണ്ടായിരുന്നു. അഖിൽമാരാർ അത്യാവശ്യം എല്ലാരും വെറുപ്പിച്ച് തന്നെയാണ് വിന്നർ ആയിരിക്കും. അത് തെറ്റിദ്ധാരണയാണ്. അഖില് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന നല്ലൊരു ഗട്ട്സ് ഉള്ള ഒരാളാണ്. അങ്ങനെ അഖിലിന് എന്താണേലും അഖിലിന്റെ സ്വന്തം അഭിപ്രായം പറയാനുള്ള ഒരു ഗട്ട്സ് ഉള്ള ഒരാളെന്നുള്ളതേ ഉള്ളൂ. അതിന് ഒരിക്കലും നമുക്കൊരു
ഒരു നെഗറ്റീവ് എന്നോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പുള്ളി പറയുന്നത് എപ്പോഴും പോയിന്റ് ടു പോയിന്റ് ആണ് അഖിൽ പറയുന്നതെല്ലാം. ആൻഡ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിട്ടോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. പുള്ളിക്ക് ശരിയെന്ന് തോന്നുന്നത് പുള്ളി വളരെ ധൈര്യത്തോടെ പ്രസന്റ് ചെയ്യണു, അല്ലാതെ അതിനെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, നമുക്ക് ഈ നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നു എന്നുള്ള ഒരു വ്യക്തിയെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അനീഷും എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും അയാൾ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്നതും സെൻസിബിലിറ്റി എന്ന് പറയുന്നതും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുന്നതാണല്ലോ ഒരു സെൻസിബിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഷോയിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള സെൻസിബിലിറ്റി എല്ലാം മാറ്റിവെച്ച് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോയുടെ അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, എന്നാലും എന്റെ പൊന്നനു ഈ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് അഖിൽ മാരാറും അനീഷിനെയും കൂടെ ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല, ഞാൻ അഖിലിനെയും ഒരിക്കലും അനീഷിനെ ഒരിക്കലും കമ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ട് നെഗറ്റീവ്സ് മാത്രം പറയുന്ന ആള് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, പ്രേക്ഷകർ വെറുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അയാളുടെ നെഗറ്റീവ്സ് കാണാൻ പ്രേക്ഷകർ ആളുകൂടും. അതാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ. നെഗറ്റീവ്സിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല, നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവർ നെഗറ്റീവ് പറയുന്നത് കാണാൻ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അനീഷിനെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി എടുക്കുന്നത്. പക്ഷെ അത് എന്ത് ഗെയിം എന്നാണ് അനു എങ്ങനെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളി ഒരു കോമണർ ആണ്, ബാക്കി അതിനകത്തിരിക്കുന്നവരെല്ലാം സെലിബ്രിറ്റീസ് ആണ്. എന്നിട്ടും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എന്താ കണ്ടത്? അനീഷ് പോയിട്ട് നിങ്ങളാരാ, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ, നിങ്ങളാരാ എല്ലാവരുടെ അടുത്തും പോയിട്ട് എനിക്ക് നിങ്ങളൊന്നും അറിയില്ല എന്നും പറഞ്ഞ ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് പോയിട്ടാണ് അനീഷ് എല്ലാവരോടും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വെറുപ്പിക്കലല്ലേ, എന്ത് ശരിക്കും മോശമാണ് അത്. നമ്മളൊരാളെ അറിയില്ലേ പോലും നമ്മളൊരാളിപ്പം നിങ്ങളാരാ, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചോദിക്കുക? അല്ല, അത് തന്നെയാണ് അയാളുടെ ഗെയിം എന്ന് പറയുന്നത്. കാരണം അതോടെ തന്നെയാണ് അയാൾ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം അനീഷ് എന്നുള്ളൊരു കോമണർ ആണെന്നുള്ളത് അയാൾക്കറിയാം. അപ്പം ഈ സെലിബ്രിറ്റീസിന്റെ കൂടെ അയാൾക്ക് പിടിച്ചു നിൽക്കണം. ഈ സെലിബ്രിറ്റീസിന്റെ മുന്നിൽ അയാൾ ആരാണ് പിടിച്ചു നിൽക്കുക. യെസ്, യു സെഡ് ഇറ്റ്. അതാണ് ഞാൻ പറയണത്. അനീഷ് എന്ന് പറയുന്നത് ഗെയിം കളിക്കുമല്ല, ജസ്റ്റ് അറ്റൻഷൻ സീക്ക് ചെയ്യാണ്. കോമണർ ആയിട്ട് വന്നിട്ട് ബാക്കിയുള്ള സെലിബ്രിറ്റീസിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം എന്താ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ പബ്ലിക്കിന്റെ ആൾക്കാരുടെ എല്ലാം ആ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്ന ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതാണ് രമ്യ പറഞ്ഞത് സംഭവം തന്നെയാണ്. അതൊരു ഗെയിം തന്നെയാണ്. അതായത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പുള്ളിക്കാരനൊന്ന് പ്രൊജക്ട് ചെയ്ത് നിർത്താനായിട്ട് പുള്ളിക്കാരൻ കളിക്കുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമില് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടെന്ന് അനു രേണുവിന്റെ പേര് പറയുന്നില്ല, രേണു സുധിയുടെ പേര്? രേണു ഓൾറെഡി ഒരു സെലിബ്രിറ്റിയാണ്. പക്ഷെ രേണു ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഗെയിം അല്ല അവിടെ രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണുവിന്റെ സംഭവം എന്താണ്? രേണു ഒരു ഇമോഷണൽ ട്രോമ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി അതിൽ തന്നെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ടുമാറുന്നില്ല. മാത്രമല്ല ഇപ്പൊ അനീഷുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി, അക്ബറുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി. അക്ബർ രേണുവിന് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശം തന്നെയാണ്. അതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അത് സ്ത്രീ എന്നല്ല, ആരെയും നമ്മൾ അങ്ങനെ സെപ്റ്റി ടാങ്ക് ഒന്നും വിളിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം അനീഷിനെ അനു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും എന്താ ഇതൊരു ഗെയിം അല്ലേ? അല്ല, അപ്പൊ അതിന് വേണ്ടിട്ട് ഒരാളെ പെർപ്പസ്ഫുള്ളി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇറ്റ്സ് എ ഗെയിം. അത് തന്നെയാണ്, ഗെയിം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അല്ല, അങ്ങനെ സെപ്റ്റി ടാങ്ക് വിളിച്ചതിനകത്ത് അപ്പൊ ബ്ലെയിം ചെയ്യാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് മോശം തന്നെയാണ്. അത് മോശമായോണ്ടാണ് അക്ബർ അതിന് സോറി പറഞ്ഞത്. കാരണം അക്ബറിന് തന്നെ ഒരു ഡൗട്ട് വന്നു, ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഓഡിയൻസിന്റെ ഒരു നെഗറ്റീവായിട്ടൊരു സംഭവം വരുമോ എന്നുള്ളൊരു ഭയം അക്ബറിന് വന്നു. അതുകൊണ്ടാണ് അക്ബർ അവിടെ സോറി പറഞ്ഞത്. പക്ഷെ മാത്രമല്ല രേണു ആ ഒരു ഗെയിം സ്ട്രാറ്റജിന്ന് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. അതിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിടക്കുമ്പോഴും സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ണാടി നോക്കി ഇങ്ങനെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഇങ്ങനെ ഉഴറി നിൽക്കാൻ കാര്യമില്ല. മാത്രമല്ല മറ്റ് ടാസ്കുകളൊന്നും രേണു ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നൊന്നും ഞാൻ കാണുന്നില്ല. അതിൽ തന്നെ ഇങ്ങനെ ഉഴറിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം സോറി പറഞ്ഞു, ആ വിഷയം തീർന്നു, വിട്ടുപോയി. അക്ബർ അടുത്ത ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അക്ബർ കോണ്ടന്റിന്റെ കാര്യത്തിലാണെങ്കിലും ആൾക്കാർ അവിടെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന കാര്യം അക്ബർ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അക്ബർ നല്ലൊരു ഗെയിമർ ആണെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ജിസേലിന്റെ കാര്യം. കാരണം ജിസേലിന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇത് എങ്ങനെ ഗെയിം ചെയ്യണമെന്നുള്ളത് ജിസേലിനും അറിയാം. പക്ഷെ രേണുവിന്റെ ഗെയിമിനെ എങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റം പറയണത്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പൂർണ്ണമായിട്ട്. അത് രേണുവിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ഗെയിം ആയിരിക്കും. ഇപ്പോൾ ഒരാഴ്ചയിലുള്ള നമുക്കൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് വേറൊരു രീതിയിൽ വേറൊരു ട്രാക്ക് വഴിയായിരിക്കും ഒരുപക്ഷെ രേണു കളിക്കുന്നുണ്ടാവുക.
അല്ല വേറൊരു ട്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടാസ്കിലൊക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക, അത്തരം ഒരു ആക്റ്റീവായിട്ടൊരു ഇൻവോൾവ്മെന്റ് കാണുന്നില്ല. പുള്ളിക്കാരി അവിടെ ഒരു കിളി പോയതുപോലെ ഏതോ ഒരു മൂലയിൽ ഇങ്ങനെ 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 അന്തം വിട്ടുപോലെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. അല്ലാതെ ഒരു എപ്പോഴും ഇങ്ങനെ ഒരു ഇമോഷണൽ ട്രോമയിൽ ആ ഒരു ബാഗേജിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഈ ടാസ്കിലൊന്നും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റെന ഫാത്തിമിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ കണ്ടെടുത്തോളം ഇതിനകത്തുള്ളതിൽ ഏറ്റവും യങ്ങസ്റ്റ് വണ്ണാണ് റെന. വെറും 19 ഇയേഴ്സേ ഉള്ളൂ. പക്ഷെ അവള് അങ്ങനെയാണ് എത്ര നല്ലൊരു ഇന്റലിജൻസ് ഇതിലാണ് അവൾ ഈ ഷോയിൽ കൊണ്ടുപോണത് തന്നെ. ഇതൊരു ബ്യൂട്ടിഫുൾ ഗെയിമാണ് അങ്ങനെയാണ് ചെയ്യണത്. അല്ല, ബ്യൂട്ടിഫുൾ ഗെയിമാണ് റെന കളിക്കുന്നതെങ്കിലും ഈ അനാവശ്യമായിട്ട് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുണ്ടല്ലോ, അവിടേക്കാണ് ആ കുട്ടിയുടെ ഇമ്മച്യൂരിറ്റി നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ തോന്നുന്നില്ല എവിടെയാണ് അങ്ങനെ ഇപ്പൊ കിച്ചണില് ഒനീൽ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ ഒനീലിനെ പോയി ചൊറിഞ്ഞു. ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞു ചൊറിഞ്ഞു? അനുവിന് തോന്നിയതായിരിക്കാം ഒരു പക്ഷെ, അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഒരു കാര്യമില്ല. അതായത് ഒരു ചപ്പാത്തിയുടെ പേര് പറഞ്ഞാണ് അവിടെ ഒനിലിനെ ചൊറിയാൻ പോയത്. അവിടെ അത് പറഞ്ഞ് അങ്ങേർക്ക് നല്ലോണം ആ കൂട്ടത്തിൽ നല്ലോണം കുക്ക് ചെയ്യാൻ അറിയാവുന്ന അങ്ങേരാണ്. അപ്പൊ അങ്ങേരെ നമ്മൾക്കിപ്പം ഒരു കാര്യം അറിഞ്ഞുകൂടാ, വേറൊരാൾക്ക് ഒരു കാര്യം അറിയാം. അപ്പൊ അയാൾ ആ കാര്യം അങ്ങ് ചെയ്യാൻ അനുവദിക്കുക, അല്ലാതെ അയാൾ അവിടെ പോയി ഇങ്ങനെ ചൊറിഞ്ഞു മാന്തി അല്ല. അത് ഒരു പക്ഷേ ഈ റെനേനെ കുട്ടിയായിട്ട് പുള്ളി കണ്ടിട്ടുണ്ട്. 19 വയസ്സല്ലേ ഉള്ളൂ, കുട്ടിയല്ലേ, നമ്മളൊക്കെ കുറച്ചും കൂടെ പ്രായത്തിൽ മൂത്ത ആൾക്കാരല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളി പോയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്തതും സംസാരിച്ചതും അവിടെ എല്ലാം നിന്നത്. അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു. ആരൊക്കെയാണേലും പ്രായത്തിലല്ല അവിടെ നോക്കണ്ടേ, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഗെയിമിന് മത്സരിക്കാൻ എത്തിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. നിനക്ക് ഇത്ര പ്രായമുണ്ട്, നീ എന്നെക്കാളും ഇത്ര യങ് ആണല്ലോ, നീ എന്നെക്കാളും ഇത്ര സീനിയർ ആണല്ലോ, അങ്ങനെ ഒന്നും വിചാരിക്കാതെ അങ്ങനെ അല്ല. ഒനിയിൽ അങ്ങനെ ഒരു വിചാരത്തിലല്ല. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒന്നാമത് അവിടെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുടെ ഷോർട്ടേജ് ഒരുപാടുണ്ട്. അപ്പം ഉള്ള സാധനങ്ങൾ വെച്ചാണ് അയാൾ കുക്ക് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി റെന വന്ന് അനാവശ്യമായിട്ട് ചൊറിയുന്നത് നമുക്കത് എവിഡൻ്റ് ആണ്. ആ കൊച്ചത് ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടി മാത്രമാണെന്നുള്ളത്. കാരണം അതിനുശേഷം കിടന്ന് കരയുന്നു, ഒരു കാര്യമില്ലാതെ കരയുന്നു. അത് ഈ അനുമോൾക്ക് ഈ പ്രശ്നമുണ്ട്, എന്തെങ്കിലും തൊട്ടതിന് പിടിച്ചതിനൊക്കെ കിടന്ന് കരയും. ഈ ഒരു നിലപാടില്ലാത്തവരാണ് ഈ അനാവശ്യമായിട്ട് കിടന്ന് കരയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് എന്തെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അനുവിന് പ്രേക്ഷകരെ കുറച്ച് വെറുപ്പിക്കുന്ന ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റിയാണ് അനുപ്രിയ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ റെനിനാണെങ്കിലും അനീഷിനെ ആണെങ്കിലും അനു സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്തുകൊണ്ട് അക്ബർ അല്ലെങ്കിൽ ബിന്നി അല്ലെങ്കിൽ ആര്യൻ ഇവരുടെ പേരൊന്നും, അറ്റ്ലീസ്റ്റ് രേണു, ഇവരുടെ പേരൊന്നും അനുപ്രിയ പറയുന്നില്ല. ഈ നെഗറ്റീവ് സാധനം പിടിച്ചു നിൽക്കുന്നവരെയാണ് അനുപ്രിയ ഇപ്പൊ. നെഗറ്റീവ് സാധനങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടം ഈ നെഗറ്റിവിറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ നമ്മൾ എന്ത് ഗെയിം കളിക്കുമ്പോഴും ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടും നെഗറ്റീവ് സാധനം ചെയ്തുകൊണ്ടും ഈ വെറുപ്പിക്കുന്ന കോണ്ടസ്റ്റൻസ് കൂടുതൽ കാലം നിൽക്കണം എന്നുള്ളതാണ് പ്രേക്ഷകരുടെ താല്പര്യം. നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു വർക്ക് അങ്ങനെയാണ്. കാരണം നമ്മളിപ്പം യൂട്യൂബിൽ കോണ്ടന്റ് ഇട്ടാൽ തന്നെയും അത് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റിവിറ്റി പറയുക, വെറുപ്പുണ്ടാക്കുക, അത്തരം കോണ്ടസ്റ്റൻസ് ആണ് അവർ സപ്പോർട്ട് ചെയ്യല്ല ഞാൻ ചെയ്യുന്നത്. അവരൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അവർ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഗെയിം അറിഞ്ഞ് കളിക്കുക എന്നുള്ളതാണ്. ഈ ഗെയിം അറിഞ്ഞ് കളിക്കുക എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മാക്സിമം അങ്ങോട്ട് വെറുപ്പിക്കുക, മാക്സിമം കോണ്ടന്റിന് വേണ്ടി കുറെ ബഹളം ഉണ്ടാക്കുക, എന്നാൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു. ശാന്തമാവും. അവന് RD കഫേയിലെ കോഫി കുടിച്ചു കഴിഞ്ഞു, അതിനൂടെ കുടിച്ചിട്ടേ ഇല്ല. ഈ കോഫി ഇപ്പൊ തണുത്ത് ഒരു ഐസ് പോലെ ആയെന്ന് തോന്നുന്നു. അത് കുടിക്കും. പാവം ഇവര് സ്നേഹത്തോടെ കൊണ്ടുവന്ന് തന്ന കോഫിയാണ്, അത് കുടിക്കും. തണുത്ത് കൊള്ളാം, പക്ഷെ തണുത്ത് അനു അങ്ങ് അതിലേക്ക് അങ്ങ് ഇൻവോൾവ് ആയി. ഓക്കെ, അപ്പൊ അനുവിന്റെ അടുത്ത് ഞാൻ വേറൊന്ന് പറയാം. ഷാനവാസിന്റെ പ്ലേ എങ്ങനെയായിട്ടാ തോന്നുന്നത്? ഷാനവാസ് നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇടയ്ക്ക് ഷാനവാസ് ഒരു അമളി കാണിച്ചു. അതായത് ഈ നമ്മൾ ഈ ഉറക്കത്തിന്റെ സംഭവം ഉണ്ടല്ലോ, ഷാനവാസ് ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഷാനവാസ് ഈ ഒരു അബദ്ധം കയറി അങ്ങ് പറഞ്ഞു. എന്ത്? അതായത് ഞാൻ ഉറക്കം അഭിനയിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ബെൻസിയും അതുപോലെ തന്നെ ജിസയിലും പിന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ശൈത്യയും, ഇവര് 3 പേരായിരുന്നു ഇദ്ദേഹത്തിന് കാവലിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വന്ന് പറയണം, അയ്യേ ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഉറക്കം അഭിനയിച്ചാണെന്ന്. നമ്മളിപ്പോ ഇപ്പം ഇയാൾക്ക് കാവലിരിക്കുന്ന 3 പെൺകുട്ടികൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരത്തില്ലേ? അപ്പൊ അവര് ആർഗ്യൂ ചെയ്യാൻ വന്നപ്പോ പെട്ടെന്ന് ഷാനവാസ് പറയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് എണീറ്റു, ഇടയ്ക്കിടയ്ക്കൊന്ന് ഉറങ്ങി, ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരൻ ഇവിടെ നിലപാട് മാറ്റിയാണ്. കാരണം പുള്ളിക്കാരന് മനസ്സിലായി എല്ലാവർക്കും ദേഷ്യം വന്നു എന്നുള്ള കാര്യം. ഈ നിലപാട് പെട്ടെന്ന് അങ്ങോട്ട് ഈ അമളി പറ്റി എന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലായി. പക്ഷേ ഇപ്പൊ ക്യാപ്റ്റനായിട്ട് ഇപ്പോ ഷാനവാസിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ അഭിലാഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ക്യാപ്റ്റൻസിയിൽ 3 പേരുടെ പേരായിരുന്നു ഉയർന്നു വന്നത്. ഈ അനീഷിന് ശേഷം ബിന്നിയും ഷാനവാസും അഭിലാഷും
കൂടുതൽ വോട്ട് കിട്ടിയത് അഭിലാഷിനായിരുന്നു, 10 പേരുടെ വോട്ട്. അതിനിടയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊണ്ട് കയറ്റി. ആ ടാസ്കിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്തോ ഒരു സാധനം ഇങ്ങനെ അടിച്ചു വീഴ്ത്തുന്നവർക്കാണ് ക്യാപ്റ്റൻ ആവാനുള്ളത്. അത് ഷാനവാസാണ് അടിച്ചു വീഴ്ത്തിയത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് അഭിലാഷാണ് അതിന് യോഗ്യൻ. കാരണം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സെൽഫിഷ് അല്ലാത്ത ആളായിരിക്കണം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളായിരിക്കണം, നല്ലൊരു ലിസണർ ആയിരിക്കണം. അത് ഷാനവാസിനെ കാട്ടിയും അത് അഭിലാഷാണ് അതിന് യോഗ്യൻ. പക്ഷെ ഈ ഒരു ടാസ്ക് അതിന് ഒരു അനാവശ്യമായ ഒരു ടാസ്ക് ആയിട്ട് തോന്നി. ഇങ്ങനെ എന്തെങ്കിലും സാധനം അടിച്ചു വീഴ്ത്തുന്ന ആളാണോ ക്യാപ്റ്റൻ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ഷാനവാസ് അവിടെ ഗിസേലിനെ കൊണ്ടുവന്നു അല്ലെ, അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിച്ചു. അതൊക്കെ അവിടെ ഷാനവാസ് പറയേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്നും നമുക്ക് ഓരോരുത്തരുടെയും പേഴ്സണൽ ഓരോ ചോയ്സ് അല്ലേ. പിന്നെ വേറൊന്നുള്ളത് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് സീസണിൽ ഇതുവരേക്കും നമ്മൾ കാണുമ്പോൾ ഇതുവരേക്കും ഒരാള് ഇതിനകത്ത് ഒരു ദിവസമാണെങ്കിൽ പോലും ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്ന ചരിത്രം ബിഗ് ബോസിന് ഇതുവരേക്കും ഇല്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇവരെന്തിനാണ്, ഒന്നും അല്ലെങ്കിലും ഹിന്ദിയിലായിക്കോട്ടെ, ഹിന്ദിയിലാണെങ്കിൽ പോലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ദിവസം ഈ കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് അവർ റിപ്പീറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവന്നതെന്നുള്ളതിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഡൗട്ടും അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. അല്ല, അത് ബിഗ് ബോസ് ഷോയുടെ ആൾക്കാരാണ് അത് തീരുമാനിക്കേണ്ടത്. അത് കോണ്ടസ്റ്റിനെ തെരഞ്ഞെടുക്കുന്നതൊക്കെ ബിഗ് ബോസിന്റെ ആൾക്കാരാണ്, അതിന്റെ പ്രൊഡക്ഷൻ ടീമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ജിസേലിന്റെ ആ കോമഡി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ജിസേൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, എനിക്ക് മലയാളം അറിയാം, ഞാനൊരു ഗുണ്ടിയാണ് എന്ന്. ഗുണ്ടയുടെ സ്ത്രീലിംഗം പറഞ്ഞാണ്, പക്ഷെ ഇത് ഗുണ്ടി എന്നായിപ്പോയി. അതൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ചിരി പടർത്തിയായിരുന്നു. അപ്പോൾ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേലിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ജിസേൽ ഒരു മോഡലാണ്, അവരുടെ മേക്കപ്പ്, അവരുടെ കോസ്റ്റ്യൂം, അവരുടെ അറ്റയർ, അതാണ് ജിസേലിന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. അതിൽ കയറി കുത്താന്നുള്ളതാണ് ഈ ഷാനവാസ് ചെയ്തത്. ഷാനവാസും ഈ ശരത് അപ്പാനിയും പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം അതിൽ കയറി ഒരു കുത്തു കൊടുത്ത് അവളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക, ജിസേലിന്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക. അതാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് പറഞ്ഞപ്പോ ഓർത്തത് എനിക്ക് ഇവിടെ ശരത്ത് അതൊരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണോ അത് ചെയ്തതെന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നി. കാരണം അതുവരേക്കും ഒന്നും ചെയ്യുന്നില്ല, അത് പെട്ടെന്ന് ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ഓക്കെ ഇതിൽ കയറി ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ഇഷ്ടം കിട്ടിയാലോ സപ്പോർട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ശരത്ത് അങ്ങനെ പ്ലേ ചെയ്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അവിടെ ശരത്ത് മാത്രമല്ല, അവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഉദ്ദേശം ഈ അറ്റൻഷൻ സീക്കിങ്ങിന് തന്നെയാണ്. അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ കഴിവെന്ന് പറയുന്നത്. നമ്മൾ ഈ ഓഡിയൻസിന്റെ, കാരണം ഇത്രയും കോണ്ടസ്റ്റൻസ് ഉണ്ട്, അപ്പം കൃത്യമായ ഒരു സ്പേസ് ഉണ്ടാക്കി ഓഡിയൻസിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുക, പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഗെയിം പ്ലാൻ. അതിൽ ശരത്തൊക്കെ വളരെ സക്സസ് ആയിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ അക്ബർ, അനീഷ്, അവരൊക്കെ ഈ അറ്റൻഷൻ സീക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശാരികയുടെ സ്ക്രീൻ സ്പേസ് നമുക്കറിയാലോ. ശാരിക എത്രത്തോളം സംസാരിക്കാൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, എത്രത്തോളം സംസാരിക്കുന്നുണ്ടായിരുന്നു. ശാരിക അങ്ങനെയൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇപ്പം ഇതിനകത്ത് വന്നപ്പോൾ ശാരികയുടെ സ്ക്രീൻ സ്പേസ് തന്നെ കുറവാണ്. പിന്നെ നമ്മൾ ഇതുവരെ പുറമേ നിന്നുള്ള ആൾക്കാർ കണ്ടിട്ടില്ലാത്തൊരു ഫേസ് ആണ് ശാരികയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശാരിക പൊട്ടിത്തെറിക്കുന്നതും അങ്ങനത്തെ ഒരു രൂപം കണ്ടിട്ട് ഇവിടെ വന്നിട്ട് വളരെ സൈലന്റ് ആയിട്ട് ഒരു മൂലയിൽ നിന്ന് അങ്ങനെ നിൽക്കുന്നൊരിതാ. പക്ഷേ എന്തുകൊണ്ടാണ് ശാരിക ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് കാണാത്തൊരു മുഖമല്ലേ ശാരികയുടെ? അതാണ് പ്രിയ ശ്രദ്ധിച്ചു, എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെയെന്ന്? അല്ല, ശാരികയുടെ സത്യം പറഞ്ഞാൽ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കോണ്ടസ്റ്റന്റ് ശാരികയാണ് കേട്ടോ. കാരണം ഞാൻ ശാരികയായിട്ട് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ശാരികയായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എന്താ പറയാ, ശാരികയുടെ ഒരു ഓറ ഉണ്ടല്ലോ, ശാരികയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആങ്കറിങ് സ്റ്റൈൽ, അതിനൊക്കെ വിമർശനം വരുമെങ്കിലും ശാരിക ആ വിമർശനങ്ങളൊന്നും ചെവികൊള്ളാതെ തൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ നിലനിന്ന് പോയി ബിഗ് ബോസിലെത്തിയ, സത്യം പറഞ്ഞാൽ ശാരിക എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ തന്നെ നോക്കിക്കോളൂ ശാരികയുടെ ആ ഒരു സക്സസ് റൂട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഷോ തന്നെ ഇത്രയും ഇതാക്കി എടുത്തത് അത് ശാരികയുടെ ഒരു കഴിവ് തന്നെയാണ്. അതേപോലെ തന്നെ ബ്രില്യൻസ് ആണ് ഇപ്പൊ നോക്കിക്കോളൂ ഈ ഷോയിലും ഇപ്പൊ ശാരിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തുടങ്ങിയതേ ഉള്ളൂ, ഒരാഴ്ച എത്തുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് വയലന്റ് ആയിട്ടും പ്രൊവോക്ക് ചെയ്തും ആ ഒരു രീതിയിലേക്ക് ഇതിലേക്ക് കൊണ്ടുപോകാതെ ഇപ്പം ശാരിക വേറൊരു റൂട്ട് പിടിച്ച് നിൽക്കുക. ഇത് വളരെ ബ്രില്യന്റ് പ്ലേ ആണ്. ഇങ്ങനെ നിന്നോണ്ടാണ് ഇനി ശാരിക പോകെ ഓരോ ദിവസങ്ങളിലേക്ക് ശാരികയുടെ വേറൊരു ഫേസ് എല്ലാവരും കാണും. ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ശരത്ത്, അക്ബർ, അനീഷ്, ഇപ്പോൾ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്യുക, ജനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാതെ പോസിറ്റീവോ നെഗറ്റീവോ, ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് നെഗറ്റീവ് എന്നൊരു വിഷയമല്ല. ആ ഒരു കൃത്യമായ ഒരു സ്പേസ് ഉണ്ടാക്കി നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ശാരിക പരാജയപ്പെടുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. കാരണം ഇത്രയും ദിവസം കണ്ടതിൽ
വെച്ചാൽ ശാരിക ആക്റ്റീവായിട്ട് ഒന്നിലും തന്നെ നിൽക്കുന്നില്ല. ഞാൻ ആകെപ്പാടെ ശാരിക ആക്റ്റീവായിട്ട് നിന്നത് ഈ കിച്ചണിൽ ഒനിയിലും റെനയായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒനിയിലിൻ്റെ ഭാഗം നിന്ന് ശാരിക പറഞ്ഞു, വെറുതെ ചൊറിയാൻ വരില്ലേ റെന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അക്ബർ ഫുഡ് കൊണ്ടുവന്നപ്പോൾ അനീഷ ചൊറിഞ്ഞപ്പോൾ അവിടെയും അനീഷിനെ ചൊറിഞ്ഞു ശാരിക. മാത്രമല്ല ശാരിക നമ്മൾ കാണുന്ന ഹോട്ട് സീറ്റിൽ കാണുന്ന ഒരു ശാരികയെ നമ്മൾ ബിഗ് ബോസിൽ കാണുന്നില്ല. ഇതുപോലെ വല്ല പോകെ ചിലപ്പം ഇതൊക്കെ ചിലപ്പോൾ ശാരികയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും. പക്ഷേ അത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശാരിക ഫുൾ എല്ലാം കാര്യത്തിൽ അദ്ദേഹത്തിൽ പ്രീ പ്ലാൻഡ് ആണ്. എങ്ങനെ കളിക്കണമെന്ന് മനസ്സിലാക്കി പഠിച്ചു പോയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശാരിക ആയിക്കോട്ടെ, ആര്യൻ ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, ഞാനിപ്പോ പറഞ്ഞ പേരുകളെല്ലാം, ഈവൻ അക്ബർ ആണെങ്കിലും, ഇവരൊക്കെ എങ്ങനെ കളിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടുപോകണം, ഇതെല്ലാം അവർ ഈ പോയ 6 സീസൺസിലെ പലരുടേതും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എനിക്ക് വേറൊരു സംശയം, ഇപ്പം മുമ്പേ രേണുവിനെ കുറിച്ച് അനുപ്രിയ പറയുന്നില്ലേ, അതിലെനിക്ക് മനസ്സിലാവാത്ത അനുപ്രിയ, എന്തിനാണ് രേണു അവിടെ ചെന്നെത്തിയപ്പോൾ തന്നെ സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞു, സുധിച്ചേട്ടാ അതാ ഞാനിവിടെ എത്തി എന്നും പറഞ്ഞത്. അതാണ് മനസ്സിലായത്. സുധിച്ചേട്ടൻ എന്താ അവിടെയാണോ ഇരിക്കുന്നത്? അപ്പൊ അതെന്തിനാണ് രേണു അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തിനാ അങ്ങനെ ഒരു പേര്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രേണു എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു പെണ്ണ് ഈ ആൽബത്തിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യാനാണ്. ഇപ്പൊ ബിഗ് ബോസില് മോഹൻലാല് രേണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ എന്താ പറഞ്ഞ, സോഷ്യൽ മീഡിയ തുറന്ന രേണു ആണല്ലോ. ലാലേട്ടനെ പോലുള്ളൊരു ലെജൻഡായിട്ടൊരു ആക്ടറാണ് അത് പറയുന്നത്. സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ രേണു ആണല്ലോ എന്ന്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്, ലാലേട്ടനെ പോലത്തെ ഒരു ലെജൻഡായിട്ടൊരു ആക്ടർ അങ്ങനെ പറയാന്നുള്ളത്. അപ്പം രേണു സുധിയുടെ വൈഫായോണ്ടാണ് രേണുവിന് ഈ ആൽബം എല്ലാം കിട്ടിയതും ഇത്രയും ഹിറ്റായത്. രേണുവിന് അഭിനയത്തിന്റെ കഴിവ് കൊണ്ടാണോ? അല്ല, എനിക്ക് തോന്നുന്നു അനുപ്രിയ വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് വരുവാണ്. അല്ല, അത് തന്നെയാണ് അത് പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ആക്ട്രസ് ആണോ? രേണു പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയിക്കാൻ. ഞാൻ അതിനോട് യോജിക്കുന്നു. ഇനി അങ്ങനെയൊക്കെയാണെന്ന് വെച്ചോ, ഇങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ലാലേട്ടൻ, അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു ഓൾറെഡി. പക്ഷെ അങ്ങനെയാണേ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസിൽ പോയിട്ട് വിൻ ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബിഗ് ബോസിലെ രേണുവിനെ പോലെ ഒരു സാധാരണ ഒരു സ്ത്രീ ബിഗ് ബോസിൽ വന്നത് തന്നെ സുധിയുടെ വൈഫായോണ്ടാണ്. സുധിയുടെ വൈഫായോണ്ട് മാത്രമല്ല, അത് വൺ ഓഫ് ദി ഫാക്ടർ. ഈ ആൽബത്തിലെല്ലാം അഭിനയിച്ചു. മാത്രമല്ല അങ്ങേയറ്റം സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങേയറ്റം ചീത്തവിളി, പരിഹാസം, വിമർശനങ്ങള്, അത് എല്ലാം കേട്ടിട്ടും രേണു പറഞ്ഞ പോലെ രേണു സുധി ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് അനുപ്രിയ പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സുധിയുടെ വൈഫാന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, അതുകൊണ്ടല്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിലെ രേണു വരണമായിരുന്നു ബിഗ് ബോസിൽ. ലാസ്റ്റ് ഇയറിൽ വന്നിട്ടില്ല. അല്ല, ഇപ്പൊ സുധിയുടെ വൈഫായിട്ട് മാത്രമല്ല, അത് വൺ ഓഫ് ദി ഫാക്ട്. ഞാൻ പറഞ്ഞില്ലേ, രേണു എന്നൊരു സാധാരണ സ്ത്രീ ആൽബത്തിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യാനാണ്. സുധിയുടെ വൈഫായോണ്ടും പിന്നെ രേണു എക്സ്പോസ്ഡ് ആയിട്ട് ആൽബത്തിലെല്ലാം പെർഫോം ചെയ്തുകൊണ്ടും അതുകൊണ്ടൊക്കെയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അധിക്ഷേപങ്ങളെ കേട്ട് രേണു സുധി വീട്ടിൽ പോയിരിക്കാതെ വീണ്ടും ആ ആൽബത്തിൽ അതേ രീതിയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടാണ് രേണു സുധി ഇന്നിപ്പോ ബിഗ് ബോസിൽ എത്തിയത്. അത് അല്ലാതെ രേണു സുധിയുടെ വൈഫായിട്ട് മാത്രമല്ല, ഈ ഫാക്ടേഴ്സ് എല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് പറയട്ടെ, എനിക്കിത് കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നു അനുപ്രിയ ശരിക്കും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് ഈ ബിഗ് ബോസിൽ നെഗറ്റീവ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് അനുപ്രിയ സപ്പോർട്ട് ചെയ്യുന്നത്. നെഗറ്റീവ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നെഗറ്റീവ് കണ്ടന്റ് ആണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. ആൾക്കാർക്ക് നെഗറ്റീവ് സാധനം മാത്രം കാണാനല്ല അനുപ്രിയ ഇഷ്ടം. ആൾക്കാർക്ക് ഫണ്ണും നല്ലതും മറ്റു സൈഡും കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ബിഗ് ബോസ് കാണുന്നത് ഈ പരിപാടി ബിഗ് ബോസ് കാണാൻ ആരെങ്കിലും നന്മ മാത്രം കാണാനായിട്ട് ബിഗ് ബോസ് കാണോ? ഇല്ല. നന്മ പറഞ്ഞാൽ കോർത്തിണക്കിയ ഒരു ഷോ അല്ല ബിഗ് ബോസ്. അതിനോട് ഞാൻ യോജിക്കുന്നു. അതെ, പക്ഷേ അവിടെ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും മാത്രം നിന്നാൽ മാത്രമേ എനിക്ക് അവിടെ 100 days നിൽക്കാൻ പറ്റൂ എന്ന് വാദിക്കുന്ന അനുപ്രിയയോട് ഞാൻ പറയുന്നു, നോക്കിക്കോ, ഇപ്പൊ ബിന്നി ചെയ്യുന്ന പ്ലേ അവൾ എത്ര ബ്യൂട്ടിഫുൾ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബിന്നിക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മാത്രമല്ല യങ്സ്റ്റേഴ്സിന്റെ എത്ര സപ്പോർട്ടാണ് ബിന്നിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യങ്സ്റ്റേഴ്സ് ഫുൾ ബിന്നിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ബിന്നി ഇപ്പൊ കളിക്കുന്ന പോലെ തന്നെ കളിക്കുവാണെങ്കിൽ ഒരു നെഗറ്റീവ് സാധനം ബിന്നി ചെയ്യുന്നില്ല.
ബിന്നിയൊക്കെ കുറെ കഴിയുമ്പോൾ ഔട്ട് ആവുന്നു. നമുക്ക് നോക്കാം. ഞാൻ പറയുന്നു ഇപ്പൊ കുറെ കഴിയുമ്പോൾ ഔട്ട് ആവും. കാരണം ബിന്നി ഒന്നും ആൾക്കാർക്ക് അധികം നേരം കണ്ടോണ്ടിരിക്കാൻ താല്പര്യമില്ല. അനുപ്രിയ ബിന്നിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നന്മയുടെ നിറകുടങ്ങളാണ്. ബിന്നിയെ പോലുള്ള കോണ്ടസ്റ്റന്റുകളും ചിലപ്പോ അവിടെ ഇരിക്കുന്ന ബിഗ് ബോസിലെ ബാക്കിയുള്ള കോണ്ടസ്റ്റന്റൊക്കെ ബിന്നിയെ കണ്ടോണ്ടിരിക്കാനും ബിന്നിയോടുള്ള സ്നേഹമൊക്കെ തോന്നും. പക്ഷെ നാട്ടുകാർക്ക് അതൊന്നും അല്ല വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യന്റെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, ആ ഇമോഷൻസിനെയാണ് ഈ ബിഗ് ബോസ് പോലുള്ള ഷോകള് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് എന്താണ്? പേടി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പ്, വിദ്വേഷം, അസൂയ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്. അത്തരം ഇമോഷൻസിനെയാണ് ബിഗ് ബോസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അത്തരം ഇമോഷൻസ് എവിടെ നിന്ന് വരുന്നോ ആ വരുന്ന ഇമോഷൻസിനെ ആയിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ബിന്നി അവിടെ ഇരുന്ന് ഒരു സാരോപദേശം അഡ്വൈസ് കൊടുക്കുകയാണ്, തൊട്ടപ്പുറത്തിരുന്ന് രേണു സുധിയും അനീഷും കൂടെ ചീത്ത വിളിക്കുന്നു. അപ്പം നമ്മളെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അവിടെ ബിന്നിയുടെ സാരോപദേശം ആരും മൈൻഡ് ചെയ്യില്ല. നമ്മളെ ശ്രദ്ധ ചീത്തവിളിയിലോട്ടായിരിക്കും പോകുന്നത്. അത് മനുഷ്യന്റെ സൈക്കോളജിയാണ്. അത്തരം സൈക്കോളജിയാണ് ഈ ബിഗ് ബോസ് പോലുള്ള ഷോ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബിഗ് ബോസിൽ ഒരാള് അനീഷിനെ ഇപ്പം, അതായത് എനിക്ക് മനസ്സിലായത്രത്തോളം അനുപ്രിയ നെഗറ്റിവിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നെഗറ്റിവിറ്റി അല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറയുന്ന റിയാലിറ്റിയാണ്. നെഗറ്റിവിറ്റി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. മനുഷ്യന്റെ സൈക്കോളജി അങ്ങനെയാണ് പോകുന്നത്. നെഗറ്റിവിറ്റി അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി കാണിച്ചാലേ ഒരാളുടെ നല്ലൊരു പ്ലെയർ ആവുള്ളൂ. അല്ലാതെ ഈ നന്മമരമായിട്ടിരുന്ന ബിന്നിയൊക്കെ കുറെ കഴിയുമ്പോൾ പറന്നു പോവും, ബെന്നിയാവും, പറന്നു പോവും. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരുപാട് കാലം നിൽക്കത്തില്ല. നല്ലൊരു പ്ലെയർ ആയിരിക്കണം. നല്ലൊരു പ്ലെയർ ആയിരിക്കണം. അല്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിനോട് ഒരു രീതിയിലും അനുപ്രിയോട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും അനുപ്രിയ പറയുന്നത് നെഗറ്റീവ് സൈഡ് ചെയ്താലേ ബിഗ് ബോസിൽ 100% നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഞാൻ പറയുന്നു അഖിൽമാരാറും ബാക്കി എല്ലാവരും നിന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. അല്ല, അഖിൽമാരാർ സ്ട്രെയിറ്റ് ആയിട്ടല്ല. ഞാൻ പറഞ്ഞില്ല, അയാൾ എല്ലാ നോമിനേഷൻസിലും അഖിൽമാരാർ ഉണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാർ വെറുപ്പിക്കുക. അതാണ് അഖിൽമാരാർ ചെയ്തത്. അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങ് വിളിച്ചു പറയുക. ഉള്ള കാര്യം നമ്മളിപ്പോ എന്താണ്, ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ നമുക്ക് അയാളുടെ ഒരു വെറുപ്പ് തോന്നും. നമ്മൾ ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നതാണ്, ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങൾ വെറുപ്പ് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സൈഡും മറ്റുള്ളവരെ ചൊറിയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് തീർച്ചയായിട്ടും നമുക്ക് വെറുപ്പ് തോന്നില്ലേ? എന്തുകൊണ്ട് അപ്പൊ അനീഷിന്റെ അടുത്ത് അനുവിന് വെറുപ്പ് തോന്നുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അനീഷ് എന്നുള്ള ഒരു വ്യക്തിയോട് വെറുപ്പ് തോന്നിയാലും ഞാൻ പറയുന്നത് പ്രേക്ഷകരുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് ആവശ്യം ഇങ്ങനെ വെറുപ്പ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രേക്ഷകർക്ക് കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടം. ഒരുത്തൻ അവൻ എന്തുമാത്രം നെഗറ്റിവിറ്റിയാണ്, അവന്റെ നെഗറ്റിവിറ്റി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഒരു കിക്ക് കിട്ടും. അപ്പൊ അനുപ്രിയ, എന്തായാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് വഴക്കിട്ടിട്ട് കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ആഴ്ചയിലെ ബിഗ് ബോസ് കഫേ വോട്ടിംഗിലേക്ക് പോവാം. ഓക്കെ, അതിൽ ആരൊക്കെയാണ് നന്നായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നത്, ആരെങ്കിലും ഔട്ട് ആകുമോ, നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ.